അടുത്തതായി ചോദിക്കാനുള്ളത്, ബൈബിൾ പ്രകാരം മനുഷ്യൻ്റെ പാപപരിഹാര ബലിയായി യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ സമാന വാചകം ഹൈന്ദവ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ കാണുന്നുണ്ട്. മനുഷ്യൻ്റെ അന്ത്യനാളിൽ അന്ത്യവിധിക്കായി യേശു ക്രിസ്തുവാണ് ഭൂമിയിൽ വരുന്നത്. അതുപോലെ ഹൈന്ദവ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ പാപപരിഹാര ബലിയായി യേശുവിന് പ്രജാപതി എന്ന പേരിൽ ദൈവപുത്രനെ കുരിശിലേറ്റിയത് ഒരു മരക്കുരിശിലേറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരുത്തൽ നടന്നത് ഖുർആനിലായിക്കൂടെ എന്ന് എനിക്ക് സംശയം. ചന്ദ്രൻ്റെ ഉപചോദ്യമല്ല, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചോദ്യമാണ്. യേശുവിൻ്റെ പാപപരിഹാര ബലിയെക്കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളും ബൈബിളും എല്ലാം പറയുന്നു. ഖുർആനിലും പറയുന്നുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, എല്ലാം പറയുന്നു. അവിടെ തിരുത്തൽ നടന്നത് ഖുർആനിലായിക്കൂടെ? യഥാർത്ഥ ഖുർആൻ പറയുന്നത് അദ്ദേഹം അങ്ങനെ ഇല്ല എന്നാണല്ലോ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഇവിടെ സുഹൃത്ത് നേരത്തെ ചോദിച്ച സുഹൃത്തിനൊരു മറുപടി കൂടി നൽകുകയാണ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു പാപപരിഹാര ബലിയെക്കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ, വേദസംഹിതകളിലുണ്ട് എന്നാണല്ലോ, ഋഗ്വേദത്തിലുണ്ട്, പ്രജാപതി യാഗത്തെക്കുറിച്ചുണ്ടെന്നാണ്. പ്രജാപതി യാഗത്തെക്കുറിച്ചുണ്ട് എങ്കിൽ ഇന്ത്യയിലെ ഋഷിമാർക്ക് ആർക്കെങ്കിലും ദിവ്യമായ പ്രചോദനം ഉണ്ടായി എന്നല്ല അതിനർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ ബൈബിളിൽ വേറെടുത്ത് പറഞ്ഞ പ്രവാചകന്മാരിൽ ആരാണ് ഇന്ത്യയിലെ പ്രവാചകൻ? ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞതല്ലാത്ത പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് എന്നും അവർക്ക് ഇതേപോലെ ദിവ്യ വെളിപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഭാരതത്തിൽ അതേപോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നും ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മറുപടിയായിട്ട് സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രജാപതി യാഗം എന്താ? ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രജാപതി യാഗത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ ആളുകളെ മുഴുവൻ. ഋഗ്വേദത്തിൽ പ്രജാപതി യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രജാപതി യാഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളെല്ലാം ക്രിസ്തുവിൽ യോജിക്കുന്നു എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. പ്രജാപതിയെക്കുറിച്ച് ബൈബിളിൽ ഋഗ്വേദ സംഹിതയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം യേശുവിൽ യോജിക്കുന്നു എന്ന്, യേശു പ്രജാപതിയാണ് എന്ന ആ പ്രജാപതി യാഗമാണ്, പ്രജാപതി യാഗത്തെക്കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്ന കാര്യമാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ സംഭവിച്ചത് എന്ന് വാദിച്ച് സാധാരണക്കാരായ ഹൈന്ദവ സഹോദരന്മാരെ ക്രിസ്തുവിനെക്കുറിച്ച് ഇതിൽ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർത്ത് അവരെ ക്രൈസ്തവവൽക്കരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളോട് മുഴുവനുമായിട്ടുള്ള വെല്ലുവിളിയാണിത്. പ്രജാപതിയെക്കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ക്രിസ്തുവിൽ യോജിക്കുന്നു എന്ന് പറയാൻ അവർക്ക് സാധിക്കുമോ? നമുക്ക് അത് സാധിക്കുമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഋഗ്വേദം കൊണ്ടുവരാം, സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു വ്യാജനാണ് എന്നുവരെ തെളിയിക്കാൻ സാധിക്കുന്ന തെളിവുകൾ ഇൻഷാ അല്ലാഹ് ഋഗ്വേദത്തിൽ നിന്ന് ധരിക്കാൻ കഴിയും. ക്രൈസ്തവ മിഷനറിമാർ പോലും വിരോധിച്ചിട്ടുള്ള, മിഷനറിമാരിൽ ശക്തരായ പലരും വിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. പ്രജാപതി ക്രിസ്തുവല്ല എന്ന പേരിൽ ഗ്രന്ഥങ്ങളുണ്ട്. പ്രജാപതി യാഗം അഥവാ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്ന പേരിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾക്ക് മറുപടി ക്രൈസ്തവ ലോകത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം? പ്രജാപതിയെക്കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രജാപതി ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവുമായി യോജിക്കുന്നു എന്ന് പറയേണ്ടി വരും. ആ ക്രിസ്തുവുമായി യോജിക്കുന്നുണ്ടോ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. സത്യത്തിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ ഇതിൽ പറയുന്ന ഋഗ്വേദത്തിൽ പറയുന്ന ചില ഭാഗങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ട്, അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ദുർവ്യാഖ്യാനിച്ചിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഇത്തരം സുവിശേഷകന്മാർ ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിക്കലും പ്രജാപതി യാഗം എന്നുള്ളത് എന്തല്ല, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണമല്ല എന്നുള്ളതാണ് സത്യം. ഇനി അവിടെ ഖുർആൻ പറയുന്നത് തെറ്റായി കൂടെ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. അതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഏറ്റവും കാതലായ വശം. എന്താണ് ഖുർആൻ പറയുന്നത്? എന്താണ് ബൈബിൾ പറയുന്നത്? യേശു ക്രൂശീകരിക്കപ്പെട്ടു എന്നാണ് ബൈബിളിലെ 4 പുസ്തകങ്ങളും പറയുന്നത്, 4 സുവിശേഷങ്ങളും പറയുന്നത്. ഖുർആൻ വളരെ പച്ചയായി പറയുന്നു, വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നൽ ലദീന ഇഖ്തലഫു ഫീഹി ലഫീ ശക്കിൻ മിൻഹു.
ഖുർആന്റെ വാക്കുകൾ അളന്നു മുറിച്ച കൃത്യമായ പദങ്ങളാണ്. ഇല്ല, അദ്ദേഹത്തെ അവർക്ക് കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടില്ല, അവർക്കതിൽ സംശയം, അവർക്ക് അങ്ങനെ സാദൃശ്യമാക്കപ്പെടുകയാണ് ഉണ്ടായത്. അവർ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിൽ തന്നെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് വസ്തുത? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് 4 സുവിശേഷങ്ങളാണുള്ളത്. എന്നാൽ 4 സുവിശേഷങ്ങൾ മാത്രമാണോ രചിക്കപ്പെട്ടത്? അല്ല, 20ഓളം സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ബാക്കി സുവിശേഷങ്ങളിൽ പലതും യേശുവിൻ്റെ ക്രൂശീകരണം എന്ന ആശയത്തെ നിഷേധിക്കുന്നവയുണ്ടായിരുന്നു. ആ ക്രൂശീകരണം എന്ന ആശയത്തെ നിഷേധിക്കുന്ന സുവിശേഷങ്ങളെ മുഴുവനും AD 325 നടന്ന നിക്കിയ സുനഹദോസ് നിരോധിക്കുകയും അത് നശിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യാണ് ചെയ്തത്. ഈ 4 സുവിശേഷങ്ങളെ പൗലോസിന്റെ പാപപരിഹാര സിദ്ധാന്തത്തിന് അനുഗുണമായി നിലനിൽക്കുന്ന സുവിശേഷങ്ങൾ എന്നുള്ള നിലക്ക് കാനോനികമായി അംഗീകരിക്കുകയാണ് നിക്കിയ സുനഹദോസ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന്. ഇനി രണ്ടാമതായി യേശുവിൻ്റെ ക്രൂശീകരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഈ സുവിശേഷകർത്താക്കൾ പറയുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ യേശു ഒരു നാടക നടനായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ക്രൂശീകരണത്തെക്കുറിച്ച് 4 പേരും പറയുന്നത് 4 രൂപത്തിലാണ്. ഈ 4 പേരും പറഞ്ഞത് ഒരേപോലെ സംഭവിക്കണമെങ്കിൽ യേശു എന്തോ അഭിനയിച്ചിട്ടുണ്ട് എന്ന് വരും എന്നുള്ളതാണ് സത്യം. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയട്ടെ. യേശുവിൻ്റെ ക്രൂശിൽ കിടന്നുള്ള മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് മത്തായി പറയുന്നത് എന്താ വെച്ചാൽ 28-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. മത്തായി പറയുന്നത് യേശു ക്രൂശിൽ കിടന്നു, ആ വേദനയോടുകൂടി പൊട്ടിക്കരഞ്ഞ് എലി എലി ലമ്മാ ശബക്താനി, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് പൊട്ടിക്കരഞ്ഞ് ജീവൻ വെടിഞ്ഞു എന്നാണ് മത്തായി പറയുന്നത്. യോഹന്നാൻ ഇതേ കാര്യം പറയുന്നുണ്ട്. യോഹന്നാൻ പറയുന്നത് എന്താ? യോഹന്നാൻ പറയുന്നത് യേശു ക്രൂശിൽ കിടന്നു, എന്നിട്ട് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഏതാനും പടയാളികൾ നീർപ്പഞ്ഞി വിനാഗിരിയിൽ മുക്കി അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ കൊണ്ടുചെന്ന് വെച്ചു കൊടുത്തു. അങ്ങനെ ചുണ്ടിൽ കൊണ്ടുചെന്ന് വെച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ വളരെ സമാധാനത്തോടു കൂടി തലചായ്ച്ച് എല്ലാം നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് പരിശോധിച്ചു നോക്ക്. 2 സുവിശേഷങ്ങളിൽ യേശു ക്രൂശീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ഥാപിക്കുന്ന 2 സുവിശേഷങ്ങളിൽ ഉള്ള വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും ഒരേപോലെ സംഭവിച്ചിരിക്കാൻ ഏതായാലും സാധ്യതയില്ല. ഉറപ്പല്ലേ? ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏലി ഏലി ലമ്മാ ശബക്താനി എന്നാണ് അവസാനത്തെ വാക്ക് മത്തായി പ്രകാരം. എന്നാൽ യോഹന്നാൻ പ്രകാരം എല്ലാം നിവൃത്തിയായി എന്നതാണ് അവസാനത്തെ വാക്ക്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മത്തായി പ്രകാരം യേശു മരിച്ചത്. യോഹന്നാൻ പ്രകാരം തലചായ്ച്ച് സമാധാനത്തോടു കൂടിയാണ് മരിച്ചത്. ഇത് മാത്രം ഞാൻ ഒരു തെളിവ് മാത്രം പറഞ്ഞതാണ്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളാൽ നിബിഡമാണ് ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്ന ബൈബിളിലെ വചനങ്ങളെല്ലാം. എന്നാൽ ഖുർആൻ അവിടെ കൃത്യമായി സംശയമില്ലാത്ത ദൈവികമായ വചനം, വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും, ഇല്ല, അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ അവർക്ക് സാദൃശ്യപ്പെടുത്തപ്പെടുക മാത്രമാണ് ഉണ്ടായത്. അതാണ് സത്യം.